ലീഡേഴ്സ് ആർജിക്കേണ്ടത്. അല്ലാതെ നീ നിന്റെ പണി എടുത്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ചിലപ്പം അടിക്കാനും ഉപയോഗിക്കാം, അല്ലേ? അല്ല, എന്തു സംഭവിക്കാം ഇവിടെ. അല്ലെങ്കിൽ ഒന്നും മനുഷ്യന്റെ കാര്യമാണ്. നമുക്ക് ഏതൊരു സാധനം എടുത്താലും നമുക്ക് പ്രവചിക്കാം, ഇന്നതൊക്കെയാണ് ഇതിമെന്ന് കിട്ടുക. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ കിട്ടിയാലും ഇതിമെന്ന് എന്തൊക്കെ എൻ്റെ ഹാർഡ് ഡിസ്ക് എന്തെന്നൊക്കെ പറയാം. പക്ഷെ മനുഷ്യനെ കുറിച്ച് ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. ഒരു കാര്യം പ്രവചിക്കാൻ പറ്റാത്തത് മനുഷ്യനെ കുറിച്ചാണ്. തോറ്റ് 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 അങ്ങ് എത്തിയെത്തിയവരാണ്. ഇനി നീ ജയിക്കലടോ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് വേൾഡ് വൈഡായിട്ട് ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന രീതിയിൽ വളർന്നു വന്നിട്ടില്ലേ? ഈ വളർന്ന ആള് ചില അവസാന ഘട്ടത്തിൽ ഇതൊന്നുമല്ലാതെ പുഴുത്തുപോയതും നമ്മൾ കണ്ടിട്ടില്ലേ? മനുഷ്യനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഇതുകൊണ്ട് ഇവരൊക്കെ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ളതിൻ്റെ ഒരു പ്രവചനം അല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ കമ്പനിയാണ്, നമ്മുടെ ജീവനാണ്, നമ്മുടെ സ്വപ്നമാണ്. അതിനെ തളർത്തുന്ന രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണല്ലോ. അതെ, അതുകൊണ്ടാണ് എങ്ങനെയാണ് അവിടെ സംസാരിക്കേണ്ടത് എന്നുള്ളത് വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് ചോദിക്കാം. അതും വ്യക്തികളനുസരിച്ച് വീണ്ടും മാറും. അതെ, നമ്മൾ പറയും എല്ലാവർക്കും ഈക്വാലിറ്റി ഒരേപോലെ എല്ലാവരോടും പെരുമാറണം, നടക്കില്ല. ചില ആളുകൾക്ക് ഒരു തട്ട് കൊടുത്താൽ മതി, ചില ആളുകൾക്ക് അട്ടി കൊടുക്കേണ്ടി വരും, ചില ആളുകൾക്ക് അപ്രീസിയേഷൻ കൊടുത്താൽ മതിയാവും, ചില ആളുകൾക്ക് സാലറി ആയിരിക്കും ഇമ്പോർട്ടൻറ്റ്. ആ ഇമ്പോർട്ടൻസ് നമ്മൾ പഴയ നൈസ് അനാലിസിസ് ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ എന്താണ് അവരുടെ നീഡ്, ആ നീഡിനെ നമ്മളൊന്ന് തട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. എന്തായാലും ഒരു ബിസിനസ് മാനിന് ചെറിയ പണിയല്ല. ചലഞ്ച്, അതെ, വലിയൊരു ചലഞ്ച് അതിലേക്കാണ് അല്ലേ? നമുക്ക് തന്നെ ചില കാര്യങ്ങളൊക്കെ, എനിക്ക് തന്നെ നമ്മുടെ ആദ്യങ്ങളിൽ ചെയ്ത ചില കാര്യങ്ങൾ ചെയ്യുന്നത് അറിയാൻ സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു അല്ലേ? പെട്ടെന്ന് ഇപ്പോൾ ഒരാളെ നമ്മളെ ഫാമിലിയിലേക്ക് എടുക്കുന്നു, അദ്ദേഹം പെർഫോമൻസ് ചെയ്ത് വരുമ്പോൾ ഞങ്ങളുടെ ഇവിടേക്ക് 8000 ദിർഹംസ് അവന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടാവും. ഫാമിലി വന്ന് 1-2 മാസം കഴിയുമ്പോൾ നമുക്ക് ലോസ് ആയിരിക്കും. പിന്നെയും നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും, കാരണം 8000 കളയണ്ടല്ലോ, മനസ്സിലായില്ലേ? 8000 ദിർഹംസ് കളയണ്ടല്ലോ. അപ്പോൾ ഇവനെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യും, അപ്പോൾ വേറെ ലോസ് ഉണ്ടാക്കും. ഇതിങ്ങനെ കയറി പോകും. ഇപ്പോൾ അത് എനിക്ക് 1-2 ചെയ്തപ്പോഴാണ് ഇങ്ങനെ ആവുന്ന ലോസ് കൊണ്ടിരുന്ന ആളെ കട്ട് ചെയ്യുന്നു. ഈ 8000 പോകുന്നതിനേക്കാൾ പ്രധാനം ഇനിയും അടുത്ത 8000 വേറെ വയ്ക്കുമ്പം കളയും. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തു, 1-2 കട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ പെർഫോമൻസ് ഇല്ലേ, അവന് കൃത്യമായ ടൈം നമ്മളെ കമ്പനിയിൽ തന്നെ അങ്ങ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു 3 വർഷം ഇതാണ് ഡേഞ്ചറസ് സോൺ. ഈ സോണിൽ നിന്ന് അവനൊരു അടുത്ത സോണിലേക്ക് ഡേഞ്ചറസ് സോൺ വിട്ട് കടന്നില്ലെങ്കിൽ 3 മാസത്തിന് ശേഷം പിന്നെ അവനവിടെ ഉണ്ടാവില്ല. ഞാൻ പറയേണ്ട ആവശ്യം പോലുമില്ല, കമ്പനിയുടെ ബൈലോ പ്രകാരം ഓട്ടോമാറ്റിക്കൽ ഔട്ടാവും. ആ രീതിയിൽ കമ്പനി സെറ്റ് ചെയ്തപ്പോൾ എന്തായി? ഈ പറഞ്ഞ ആദ്യം ഒരാളെ പുറത്ത് വിടുമ്പോൾ ഈ 8000 ആന ഇത് ഒരുപാട് ഞാൻ ചെയ്തു ഒക്കെ നഷ്ടാവില്ലേ എന്ന ചിന്ത ഇപ്പം ഇല്ല, നമ്മളെ ബാധിക്കുന്നേ ഇല്ല. കാരണം കമ്പനിയുടെ രൂപം അങ്ങനെയാണ്, ഓട്ടോമേറ്റഡായി മാറിയപ്പോൾ നമുക്കിത് ബാധിക്കുന്നില്ല എന്ന പോലെയാണ്. ബിസിനസ് മാൻ ഇതിങ്ങനെ ചെയ്ത് 1-2 ചെയ്യുമ്പോൾ ആ പ്രയാസം ഉണ്ടാവുള്ളൂ. ലോസുകൾ ഒരുപാട് സംഭവിക്കും, അതിനപ്പുറം പ്രോഫിറ്റുകൾ ഉണ്ടാവും. ഇതൊരു കളിയാണല്ലോ, മുകളിലേക്ക് കയറുന്നു താഴേക്ക് ഇറങ്ങുന്നു എന്ന കളികളാണ്. ഇവിടെയൊക്കെ അങ്ങനെ അനുഭവിച്ചത് കൊണ്ട് ഒരുപാട് അനുഭവം കിട്ടുമ്പോൾ ഒരുപാട് സ്ട്രെങ്തേൺ ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ വളരുകയാണല്ലോ ചെയ്യുന്നത്. ആ വളർച്ചയാണ് നമ്മൾ കാണേണ്ടത്, തളരരുത്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നമല്ല, അത് ചലഞ്ചാണ്. നമ്മുടെ നാട്ടിൽ ബിസിനസ് നടത്തുന്ന ഓരോരുത്തരും ശരിക്കും സമൂഹത്തിൽ ആദരിക്കപ്പെടേണ്ട ആളുകളാണ്. കാരണം അവർ 2-3 ആളുകൾക്ക് ജോലി കൊടുക്കുമ്പോൾ അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരി ആ 3 പേരെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളൊരു വലിയൊരു ചലഞ്ചാണ് അവർ ഏറ്റെടുക്കുന്നത്. നമ്മുടെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ അവരെ ഒരുമിച്ച് കൊണ്ട് നടത്തി മുന്നോട്ടെടുക്കുക എന്ന് പറയുമ്പോൾ വലിയ കാര്യമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഇതിൽ പറയുന്നത് അബദ്ധം, പറയുമ്പോൾ പ്രശ്നം ഉണ്ടാവും എന്നറിയില്ല. ഞാൻ പറയലെന്താണെന്നറിയോ? ദൈവത്തിനോട് ഏറ്റവും അടുത്ത ആളുകൾ നമ്മൾ ഈ പറയുന്ന എല്ലാം ഒഴിവാക്കി കാട്ടിനുള്ളിൽ ദൈവത്തെ മാത്രം ആരാധിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരാളോടും ഒന്നും ചെയ്യുന്നില്ല, അദ്ദേഹമാണെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഒരാളാണോ? ഇന്ന് ഞാൻ പറയുന്നത് ഇവരെക്കാൾ എത്രയോ വലുതാണ് ടാറ്റയൊക്കെ. ലോകത്ത് ഇന്ന് ടാറ്റ തീരുമാനിക്കുകയാണ്, നാളെ മുതൽ ഞാൻ എൻ്റെ എല്ലാ ബിസിനസ്സും ക്ലോസ് ചെയ്യാണ്. ഒരുപാട് കാശുണ്ടല്ലോ, ഇനി അങ്ങനെ നടക്കാനുള്ള ക്യാഷ് എൻ്റെ അടുത്തുണ്ട്, നാളെ മുതൽ ഞാൻ തീരുമാനിക്കുകയാണ്. രാജ്യത്തിന് പറയാൻ പറ്റുമോ ഇന്ത്യയിൽ എത്ര പേര് പട്ടിണിയാവും? തീർച്ചയായിട്ടും പറയാൻ പറ്റുമോ? അപ്പോൾ അവരാണോ ഇവരാണോ വലുത്? ഞാൻ കാണുന്നത് അവരെ തന്നെയാണ്. ഇപ്പോൾ ബിസിനസ്മാൻമാർ വലിയ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഇത് വന്നത്.
അവർ തന്നെയല്ലേ ഇവരെക്കാൾ വലുത്. തീർച്ചയായിട്ടും. കാരണം എത്രയോ പേര് നേരിട്ടും അല്ലാതെയും, നേരിട്ട് പട്ടിണിയാവുന്നുണ്ടാവും, അല്ലാതെയും ഉണ്ടാവും. ഇവരെ കണക്ട് ചെയ്ത് എത്ര ബിസിനസ് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്.